ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 38-ാമത്തെ ആയത്ത്. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فلا خوف عليهم ولا هم يحزنون. നാം പറഞ്ഞു, നിങ്ങളെല്ലാം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. പിന്നെ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് മേൽ ഭയമൊന്നുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى. ജമിഅൻ ഫഇമ്മ അങ്ങനെ മണിച്ചുകൊണ്ട് മറച്ചുകൊണ്ട് ഓതുക. ഫഇമ്മ മീമിന് ഷദ്ദുണ്ട്, ഗുന്ന ചെയ്യുക. യഅ്തിയന്ന അവിടെ നൂനിന് ഷദ്ദുണ്ട്, ഗുന്ന ചെയ്യുക. യഅ്തിയന്നകും മിന്നി രണ്ട് സ്ഥലത്ത്, ഒന്ന് മീമിലേക്ക് കൂട്ടിച്ചേർത്തതുകൊണ്ട് അവിടെ മണിക്കേണ്ടതുണ്ട്, അതോടൊപ്പം നൂനിന് ഷദ്ദ് വന്നതുകൊണ്ട് അവിടെയും ഗുന്ന ചെയ്ത് മണിക്കേണ്ടതുണ്ട്. യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദൻ ഫമൻ അവിടെ അങ്ങനെ മണിച്ചുകൊണ്ട് മറച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫമൻ തബിഅ ഈ രണ്ട് സ്ഥലങ്ങളിലും സെയിം നിയമമാണ് ഉള്ളത്. فلا خوف عليهم ولا هم يحزنون മണിക്കാതെ വ്യക്തമായിക്കൊണ്ടാണ് ഫലാ ഖൗഫുൻ അലൈഹിം എന്ന ഭാഗത്ത് ഓതാനുള്ളത്. ആദി മാതാപിതാക്കളോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി 36-ാമത്തെ വചനത്തിൽ പരാമർശിച്ചതാണ്. ഇവിടെ വീണ്ടും അത് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്തിനായിരിക്കും? ഒരു പരീക്ഷണമെന്ന നിലയിൽ സ്വർഗത്തിൽ താമസിപ്പിച്ചിരുന്ന ആദമിനും ഹവ്വയ്ക്കും പറ്റിയ തെറ്റിന്റെ ഫലമായി അവർക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നു. അവരുടെ അനുസരണക്കേടിനുള്ള പ്രായശ്ചിത്തമെന്ന നിലയിൽ അവർ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. പശ്ചാത്താപ വചനങ്ങളടക്കം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹനിധിയായ അള്ളാഹു അവരെ സഹായിച്ചു. 36-ാമത്തെ വചനത്തിൽ പ്രതിപാദിച്ച പുറത്താക്കൽ എന്തിനു വേണ്ടിയായിരുന്നുവോ അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് 37-ാമത്തെ വചനത്തിൽ പറഞ്ഞതോടെ ആ വിഷയം അവസാനിച്ചു. ചെയ്തുപോയ തിന്മയുടെ ഭാരം പേറിയല്ല അവർ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത്, നിഷ്കളങ്കരായ മനുഷ്യരായാണ്. സ്വർഗത്തിലെ അനുസരണക്കേടിന്റെ ഫലം അവർ അനുഭവിച്ചു കഴിഞ്ഞു, അതിനുള്ള പ്രായശ്ചിത്തവും അവർ ചെയ്തു കഴിഞ്ഞു. അതോടെ ആ പുറത്താക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചു. അവരുടെ പശ്ചാത്താപം ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായി തീർന്നത് അള്ളാഹു റഹീമും തവ്വാബുമായതിനാലാണ് എന്നുകൂടി പറഞ്ഞതോടെ ആദി പാപവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവസാനിച്ചു. അശുദ്ധരായല്ല, വിശുദ്ധരായാണ് ആദി മാതാപിതാക്കൾ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന സത്യം 37-ാമത്തെ വചനം കഴിയുന്നതോടെ അനുവാചകർക്ക് ബോധ്യമാകുന്നു. പശ്ചാത്താപത്തിലൂടെ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായി എന്ന് പറയുമ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് ഇനി അങ്ങോട്ട് പ്രവേശനം സാധ്യമാകുമോ എന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് 38-ാം വചനത്തിലുള്ളത്. പ്രസ്തുത ഉത്തരത്തിന്റെ തുടക്കമായാണ് സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളാണ് എന്ന് ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ട ആദി മാതാപിതാക്കളോട് നേരത്തെ തന്നെ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യരോട് ശത്രുത പ്രഖ്യാപിച്ച ഇബ്ലീസും അവന്റെ അനുയായികളായ പിഴച്ച ജിന്നുകളും അവരുടെ പണിയാളുകളായ അക്രമികളായ മനുഷ്യരും വ്യാപൃതരാവുക മനുഷ്യരെ പടച്ചവന്റെ ശത്രുക്കളാക്കി തീർക്കുന്നതിനും മനുഷ്യർ തമ്മിലുള്ള ശത്രുതയെ ആളിക്കത്തിക്കുവാനുമാണ്. ഈ ശത്രുതകളാണ് മനുഷ്യർക്ക് ദുഃഖവും ഭയവും ഉണ്ടാകുന്നതിനുള്ള ആത്യന്തികമായ കാരണം. അവയിൽ നിന്ന് മോചനം നേടിയാലാണ് മനുഷ്യർക്ക് സംതൃപ്തമായ ജീവിതം നയിക്കാനാവുക. ആ രംഗത്തുള്ള കരുണാനിധിയായ പടച്ചവന്റെ കാരുണ്യ പ്രകടനമാണ് ഈ ആയത്തിൽ നാം കാണുന്നത്. ദുഃഖവും ഭയവും ഒന്നും
ദുരിതത്തിലേക്ക് നയിക്കാതെ സംതൃപ്തവും സമാധാനപൂർണവുമായി ജീവിക്കുവാൻ ആവശ്യമായ മാർഗദർശനം നൽകാമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം അവന്റെ മഹാകാരുണ്യത്തെ അടയാളപ്പെടുത്തുന്നു. അത് മനുഷ്യജീവിതത്തിന് നൽകുന്ന സുരക്ഷാ സന്ദേശം അതീവ മഹത്തരമാണ്. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് മേൽ ഭയമൊന്നുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന ആദി മാതാപിതാക്കളോടുള്ള ദൈവിക വാഗ്ദാനം നൽകുന്ന സമാധാനവും സംതൃപ്തിയും ചെറുതൊന്നുമല്ല. ഈ വാഗ്ദാനത്തിന്റെ പാലനമാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെ അള്ളാഹു നിർവഹിച്ചു വന്നത്. എല്ലാ സമുദായങ്ങളിലേക്കും മാർഗദർശികൾ ഉണ്ടായിട്ടുണ്ടെന്നും 13-ാം അധ്യായം 7-ാം വചനം, മുന്നറിയിപ്പുകാരുടെ നിയോഗമുണ്ടാവാത്ത സമുദായങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും 35-ാം അധ്യായം 24-ാം വചനം ഖുർആൻ പറയുമ്പോൾ ചരിത്രത്തിലുടനീളമുണ്ടായിട്ടുള്ള ഈ ദൈവിക വാഗ്ദാനത്തിന്റെ പാലനത്തെക്കുറിച്ച് അറിവാണ് പങ്കുവെക്കപ്പെടുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമാണ് ഈ ദൈവദൂതന്മാരെല്ലാം തങ്ങൾ നിയോഗിക്കപ്പെട്ട സമുദായങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ഭയവും ദുഃഖവും മൂലമുള്ള നിരാശയും ദുരിതവും പേറാതെയുള്ള ജീവിതം ഭൂമിയിൽ നയിക്കുന്നതെങ്ങനെ എന്ന മാർഗദർശനം, അശേഷം ഭയവും ദുഃഖവുമില്ലാത്ത ശാശ്വത ജീവിതത്തിന് അർഹരാകുവാൻ എങ്ങനെ കഴിയുമെന്ന മാർഗദർശനം, പരീക്ഷണത്തിൽ പരാജയപ്പെട്ടതിനാൽ ആദി മാതാപിതാക്കൾക്ക് നഷ്ടമായി തീർന്ന തങ്ങളുടെ മൂലസൃഷ്ടി നടന്ന സ്വർഗത്തിലേക്ക് എങ്ങനെ പുനർപ്രവേശനം സാധ്യമാകുമെന്ന മാർഗദർശനം. ഈ മാർഗദർശനമാണ് ചരിത്രത്തെ ചലിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. ഈ മാർഗദർശനത്തെ അവഗണിക്കുകയും അവമതിക്കുകയും ചെയ്യുന്നവരാണ് ദുഃഖങ്ങൾക്കും ഭയത്തിനുമെല്ലാം നിമിത്തമായ ചെയ്തികളിലൂടെ മാനവരാശിക്ക് ദുരന്തങ്ങൾ സംഭാവന ചെയ്തു പോന്നിട്ടുള്ളത്. ഇന്നും ലോകത്ത് നടക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുന്നത് ദൈവിക മാർഗദർശനത്തെ അവഗണിക്കുന്നത് കൊണ്ട് തന്നെ. പൂർണ്ണമായ അർത്ഥത്തിൽ ഭയവും ദുഃഖവുമില്ലാത്ത ജീവിതം സാധ്യമാവുക സ്വർഗത്തിൽ വെച്ചാണ്. സ്വർഗീയ ജീവിതം നേടിയെടുക്കാനാവുക അള്ളാഹുവിന്റെ മാർഗദർശനങ്ങൾ പ്രകാരം ഇവിടെ ജീവിക്കുമ്പോഴാണ്. അതേ മാർഗദർശനങ്ങൾ വഴി ഭൂമിയിൽ വെച്ചും ജീവിതം ദുരിതമയമാക്കുന്ന തരത്തിലുള്ള ഭയത്തിൽ നിന്നും നിരാശയിൽ ആപതിപ്പിക്കുന്ന ദുഃഖത്തിൽ നിന്നും മുക്തമായ മനസ്സ് നേടിയെടുക്കാനാവും. ഭയമുണ്ടാവുന്നത് ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, ദുഃഖമുണ്ടാവുന്നത് ഭൂതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും. ദൈവികമായ മാർഗദർശന പ്രകാരം ജീവിക്കുന്നവർ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഈ നിമിഷം മാത്രമേ തങ്ങളുടെ കൈകളിലുള്ളൂ എന്ന് അവർക്കറിയാം. കഴിഞ്ഞുപോയ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വ്രണപ്പെടുത്തുകയല്ല, അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കുകയും ആ നഷ്ടത്തിൽ തന്റെ ഭാഗധേയമുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ദൈവിക മാർഗദർശനത്തെ ഉപയോഗിക്കുകയുമാണ് അവർ ചെയ്യുക. വരാനുള്ളത് ആലോചിച്ച് ഭയപ്പെടുന്നതിന് പകരം ഭാവി ശോഭനമാക്കുവാനുള്ള ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യുകയും തങ്ങളുടെ നിയന്ത്രണത്താൽ അല്ലാതെയുള്ള തിന്മകളിൽ നിന്ന് പടച്ചവനോട് രക്ഷ തേടുകയും അവനിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയുമാണ് അവരുടെ രീതി. ദുരിതങ്ങൾക്ക് നടുവിലാകുമ്പോൾ പോലും തീവ്രമായ ദുഃഖത്താൽ മനോനില തകരാറിലാവുകയോ ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് ആത്മഹത്യയിൽ അഭയം തേടുകയോ ചെയ്യുന്നവരാവുകയില്ല അവർ. ഇപ്പോൾ എന്തു ചെയ്യണമെന്ന ദൈവിക മാർഗദർശനം അനുസരിക്കുകയും ഗുണപരമായ ഫലങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്ത് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവർക്ക് അതിതീവ്രമായ ദുഃഖമില്ല, ദുരന്തപൂർണമായ ഭയവുമില്ല. അള്ളാഹുവിന്റെ മാർഗദർശനം പിൻപറ്റുന്നവരെ കുറിച്ച് അവർക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം അവർക്ക് മേൽ ഭയമൊന്നുമില്ല, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല, വലാഹും യഹ്സനൂൻ എന്ന് വേറെ തന്നെ പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നതെന്ന വസ്തുത ശ്രദ്ധേയമാണ്. ഈ വചനഖണ്ഡത്തിന്റെ ആദ്യ പകുതിയിൽ ഭയത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ നാമരൂപമായ ഖൗഫ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പകുതിയിലാകട്ടെ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യഹ്സനൂൻ എന്ന ക്രിയാരൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാമം സ്ഥിരതയെയും ക്രിയ താൽക്കാലികത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. വരാനുള്ളവയെക്കുറിച്ച ഭയം സ്ഥിരമായി നിൽക്കുന്നതാണ്. കഴിഞ്ഞുപോയതിനെക്കുറിച്ച ദുഃഖം അതിനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ മാത്രമുണ്ടാവുന്നതാണ്. എന്തിനെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് വന്ന് ഭവിക്കുന്നതുവരെ ഭയചകിതമായിരിക്കും മനസ്സ്. മനസ്സിൽ ഭയമില്ലാത്ത അവസ്ഥയുണ്ടാവുകയില്ല. ദുഃഖം അങ്ങനെയല്ല. നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമുണ്ടാകുന്നതാണ് ദുഃഖം. അത് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും.
സ്ഥിരമായുള്ളതിന് ഭയമെന്ന നാമം, താൽക്കാലികമായതിന് ദുഃഖിക്കുക എന്ന ക്രിയ. എത്ര കൃത്യമായാണ് ഖുർആനിൽ പദങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് ഇത് സാധ്യമാവുക? ദൈവിക മാർഗദർശനങ്ങൾ അനുസരിക്കുന്നവർക്ക് ഭയമോ ദുഃഖമോ തീരെ ഉണ്ടാവുകയില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നതെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അവർക്ക് ഭയമുണ്ടാവുകയില്ല എന്നല്ല, അവർക്ക് മേൽ ഭയമൊന്നുമില്ല. ഫലാ ഖൗഫുൻ അലൈഹിം എന്നാണ് പ്രയോഗം. അവർ സ്വയം ഭയമൊന്നുമുള്ളവരല്ല എന്നല്ല, അവരുടെ കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത്. സത്യവിശ്വാസികളെ കുറിച്ച്, അള്ളാഹുവെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുന്നവരാണവർ. 8-ാം അധ്യായം 2-ാം വചനം എന്ന ഖുർആൻ പ്രയോഗത്തിൽ നിന്ന് വിശ്വാസികൾ ഭയമുള്ളവരാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അന്ത്യനാളിനെ കുറിച്ച് ഭയപ്പെടുന്നവർക്കുള്ള താക്കീതുകാരനായി 79-ാം അധ്യായം 45-ാം വചനം പ്രവാചകനെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. ഇതേപോലെ വിശ്വാസികൾക്കുണ്ടാകാവുന്ന വ്യത്യസ്ത രീതികളിലുള്ള ഭയങ്ങളെപ്പറ്റി ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അവർ ഭയമുള്ളവരാണ്, എന്നാൽ അവരെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല എന്ന സന്ദേശമാണ് ഫലാ ഖൗഫുൻ അലൈഹിം എന്ന പ്രയോഗം വരച്ചു കാണിക്കുന്നത്. നരകമാണ് ഭയം, നിത്യനാശം, ശാശ്വതമായ ദുരിതം. അവരെ കുറിച്ച് അത്തരമൊരു ഭയം അസ്ഥാനത്താണ്. അവരുടെ ഭാവിയെക്കുറിച്ച് ആർക്കും ആശങ്ക വേണ്ടതില്ല. ശോഭനമാണ് അവരുടെ ഭാവി. അവർക്ക് ദുഃഖമുണ്ടാവുകയില്ല എന്നതിന് പകരമായി അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. വലാഹും യഹ്സനൂൻ എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ വിശ്വാസികൾക്കും ദുഃഖമുണ്ടാവാം. മകന്റെ മരണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിച്ച് കണ്ണുനീർ വാർത്തതായി ഹദീസുകളിലുണ്ട്. എന്നാൽ എത്ര തീവ്രമായ ദുഃഖമാണെങ്കിലും അത് നിരാശയിലേക്ക് നയിക്കുന്ന ദുരിതമായി തീരുന്ന ദുരവസ്ഥ വിശ്വാസികൾക്കുണ്ടാവുകയില്ല. ദൈവികമായ വിധിവിലക്കുകൾ അനുസരിക്കാതെ തന്നിഷ്ടത്തിൽ ജീവിക്കുന്നവർക്കുണ്ടാകുന്നത് പോലെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ യുവത്വത്തിലെ ചെയ്തികളെ കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ട അവസ്ഥ വിശ്വാസികൾക്കുണ്ടാവുകയില്ല. എവിടെ നിന്നുള്ളതാണെന്നറിയാത്ത ആത്മീയോപദേശങ്ങൾ സ്വീകരിക്കുന്നവർക്കുണ്ടാകുന്നത് പോലെ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയാതെ മരണപ്പെടേണ്ടി വരുന്ന ദുഃഖവും ദൈവിക മാർഗദർശന പ്രകാരം ജീവിക്കുന്നവർക്കുണ്ടാവുകയില്ല. മരണാനന്തരമാകട്ടെ തങ്ങളുടെ ഇഹലോക ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട അവസ്ഥയും അവർക്കുണ്ടാവുകയില്ല. ഇവിടെ സംതൃപ്തി, അവിടെയും സംതൃപ്തി. അതാണ് ദൈവിക മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ജീവിതം നൽകുന്ന അനുഗ്രഹം, ശാശ്വതമായ അനുഗ്രഹം.